ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ഇസ്ലാമിൻ്റെ നിയമനിർദ്ദേശങ്ങൾ അങ്ങേയറ്റത്തെ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യണം. അതുവഴി അള്ളാഹുവിന് ഭക്തിയും തഖ്വയും ഉള്ളവരായി മാറണം എന്നാദ്യമായി എല്ലാവരോടും ഉണർത്തുകയാണ്. അള്ളാഹുവിൻ്റെ ഭൂമിയിൽ, ഈ പ്രപഞ്ചത്തിൽ വ്യത്യസ്തമായിട്ടുള്ള പ്രതിഭാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇതിന് മുമ്പൊക്കെ ഭയങ്കര ചൂടായിരുന്നു, ഇപ്പോഴാണെങ്കിൽ ഭയങ്കര മഴയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, ഈ പ്രതിഭാസങ്ങളെല്ലാം വ്യത്യസ്തമായിട്ടുള്ള രൂപത്തിൽ അള്ളാഹു നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ചൂടില്ലെങ്കിൽ, സൂര്യപ്രകാശമില്ലെങ്കിൽ നമുക്ക് ഭക്ഷണം ലഭിക്കുകയില്ല. അതേ രൂപത്തിൽ മഴയില്ലെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളാണെന്ന് മനസ്സിലാക്കി നമ്മുടെ ഈമാൻ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നതാണ് ഓരോ വിശ്വാസിക്കും അനിവാര്യമായിട്ടുള്ളത്. ഇപ്പോൾ ചൂടിനൊരു ശമനം വന്ന് മഴയാണ്. ഈ മഴയുള്ള സമയത്ത് പ്രത്യേകിച്ചും അങ്ങേയറ്റത്തെ ശ്രദ്ധ നമുക്ക് ആവശ്യമാണ്. ഒരുപാട് രോഗങ്ങൾ അത് മുഖേന പടർന്ന് പിടിക്കുന്നുണ്ട്. വേറൊരു ഭാഗത്ത് ശക്തമായിട്ടുള്ള മഴയും കാറ്റും മൂലം ഒരുപാട് ദുരിതമനുഭവിക്കുന്ന, കെടുതികൾ അനുഭവിക്കുന്ന, പ്രകൃതിയിലുണ്ടാകുന്ന ഇത്തരം പ്രതിഭാസങ്ങളിലൂടെ മനുഷ്യർക്ക്, സാധാരണക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുകളാണ് അത് മുഖേന ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ ചെലുത്തി അങ്ങനെയുള്ള ആളുകളെ സഹായിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസവും ഈമാനുമെല്ലാം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളും അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളുമാണ് നമുക്കുണ്ടാവേണ്ടതിരുന്നതാണ്. ശുചിത്വത്തിന് ഇസ്ലാം അങ്ങേയറ്റം പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. ശുചിത്വം, വൃത്തി. പലപ്പോഴും വൃത്തിഹീനമായിട്ടുള്ള ചുറ്റുപാടുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് മുഖേന രോഗങ്ങൾ പടർന്നു പിടിക്കുന്നുണ്ട്. ജലജന്യ രോഗങ്ങളും അതേ രൂപത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള രോഗങ്ങൾ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ ആദ്യമായി വഹി ലഭിക്കുന്നു ഹിറാ ഗുഹയിൽ വെച്ച്. അങ്ങനെ പ്രവാചകൻ വീട്ടിൽ നിന്ന് കുറച്ച് പ്രയാസങ്ങളും വേദനകളുമൊക്കെ അനുഭവപ്പെടുന്നു. അങ്ങനെ രണ്ടാമത് പ്രവാചകനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു പറയുന്നു, യാ അയ്യുഹൽ മുദ്ദസ്സിർ, അല്ലയോ പുതപ്പിട്ട് മൂടിയിട്ടുള്ള പ്രവാചക, താങ്കൾ എഴുന്നേൽക്കണം. ഖും ഫഅൻദിർ, എന്നിട്ട് താങ്കൾ ആളുകൾക്ക് താക്കീത് നൽകണമെന്നതാണ്. അപ്പോൾ ഒരു മുസ്ലിം ഒരിക്കലും ഇങ്ങനെ ഉറങ്ങിക്കിടക്കേണ്ടവരല്ല എന്നാണ്. ഏത് സന്ദർഭത്തിലും എഴുന്നേറ്റ് നിൽക്കാനും നമ്മുടെ ആശയങ്ങളും ആദർശങ്ങളും മറ്റുള്ളവർക്ക് പകർന്നു നൽകാനുമുള്ള അവബോധം വിശ്വാസികൾക്കുണ്ടാകണമെന്നതാണ്. ഇപ്പം പ്രത്യേകിച്ചും സമകാലിക സമൂഹത്തിൽ ഇസ്ലാമിൻ്റെ ശരിയായിട്ടുള്ള നിലപാടുകൾക്ക് വിരുദ്ധമായ വാക്കുകളും പ്രവർത്തനങ്ങളും ഉപദേശങ്ങളുമെല്ലാം വലിയ പണ്ഡിതന്മാരും അല്ലാത്തവരുമെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലമാണുള്ളത്. അള്ളാഹുവിലേക്ക് അടുക്കാൻ മധ്യവർത്തികൾ ആവശ്യമാണ്. അതാണ് ഇസ്ലാമിൻ്റെ സമീപനം എന്ന് പറയുന്ന പണ്ഡിത വേഷധാരികൾ നമ്മുടെ രാജ്യത്തുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്ന സൂറത്തുൽ ഫാത്തിഹയിലെ സൂക്തങ്ങൾ അവരെ പഠിപ്പിച്ചു കൊടുക്കാൻ, ഇതാണ് ഇസ്ലാമിൻ്റെ അടിത്തറ എന്ന്, അങ്ങനെയുള്ള ഇടത്തട്ട് കേന്ദ്രങ്ങളെ നിരാകരിച്ചുകൊണ്ടാണ്, വ്യാജ ദൈവങ്ങളെ കൈയൊഴിച്ചുകൊണ്ടാണ് ഇസ്ലാം രംഗത്ത് വന്നിട്ടുള്ളത് എന്ന് അങ്ങനെയുള്ള ആളുകളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതാണ് അള്ളാഹു പറയുന്നത്, ഫഅൻദിർ, ആളുകൾക്ക് താക്കീത് നൽകണം. രണ്ടാമത് പറയുന്നത് വറബ്ബക ഫകബ്ബിർ, നിന്റെ രക്ഷിതാവിനെ പ്രകീർത്തിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യണം. പ്രത്യേകിച്ചും നമ്മുടെ മുസ്ലിം സമൂഹത്തിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്ന പുതിയ വാദങ്ങളും പുതിയ രൂപത്തിലുള്ള പ്രവണതകളും വർദ്ധിച്ചു വരുമ്പോൾ ആളുകൾക്ക് നമസ്കാരത്തോടും ആരാധനകളോടും ഒക്കെ ഒരു അലർജി അനുഭവപ്പെടുന്ന ഒരു പശ്ചാത്തലത്തിൽ പ്രാർത്ഥനയും ദിക്റുകളും ദുആകളുമൊന്നും ആവശ്യമില്ലെന്ന് പറയുന്ന പുതിയ തലമുറ ഉദയം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഓരോ മനുഷ്യൻ്റെയും വിശ്വാസത്തിലും ആദർശത്തിലും ഉണ്ടാവേണ്ടത് എന്ന് അവരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അല്ലാഹു അക്ബർ എന്നുള്ള സന്ദേശം അവരെ പഠിപ്പിക്കേണ്ടതുണ്ട്. എന്നിട്ട് മൂന്നാമത് പറയുന്നത് വസിയാബക ഫതഹിർ, നിന്റെ വസ്ത്രങ്ങളെല്ലാം നീ ശുദ്ധീകരിക്കണം. ഒരു വൃത്തിഹീനമായിട്ടുള്ള വസ്ത്രം, വൃത്തിയില്ലാത്ത വസ്ത്രം നീ ധരിക്കരുത്. അങ്ങനെ ഒരു ശുദ്ധീകരണത്തിൻ്റെ പ്രക്രിയ നിങ്ങളിൽ നിരന്തരമായി നിലനിൽക്കണമെന്ന് അള്ളാഹു പറയുന്നു. സൂറ മുദ്ദസ്സിറെ
1 മുതൽ 4 വരെയുള്ള വചനങ്ങളിലാണ് അള്ളാഹു ഇങ്ങനെ എഴുന്നേൽക്കാനും ആളുകളെ അഭിസംബോധന ചെയ്യാനും ആളുകൾക്ക് സത്യദീനിൻ്റെ സന്ദേശം എത്തിച്ചു കൊടുക്കാനുമുള്ള ആഹ്വാനം അള്ളാഹു നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു താക്കീത് മനസ്സിലാക്കി ഈ അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നതിലുള്ള മഹത്വവും അതിൻ്റെ പ്രാധാന്യവും മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ പരിശുദ്ധമായി നിലനിർത്തുവാൻ, ശുദ്ധീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കണമെന്നതാണ്. ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീൻ, അള്ളാഹു ഇഷ്ടപ്പെടുന്നത് പശ്ചാത്തപിക്കുന്ന ആളുകളെയാണ്. തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് പശ്ചാത്തപിച്ച് അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുന്നവരെയാണ് അള്ളാഹു ഇഷ്ടം. വയുഹിബ്ബുൽ മുതതഹിരീൻ, അതേ രൂപത്തിൽ ശുദ്ധീകരണം, വൃത്തി ആഗ്രഹിക്കുന്ന ആളുകളെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നു. വുളു എടുത്തതിൻ്റെ ശേഷം നമ്മൾ ഈ പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത്ത് തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീൻ. അങ്ങനെയുള്ള ശുദ്ധീകരണത്തിൽ അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്ന ആളുകളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ എന്ന് നമ്മൾ എല്ലാ സമയത്തും പ്രാർത്ഥിക്കുന്നുണ്ട്. ഇദാ ഖുംതും ഇലസ്സലാത്തി ഫഗ്സിലൂ വുജൂഹക്കും, നമ്മൾ 5 നേരം വുളു എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നമസ്കാരത്തിനേ നിന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഫഗ്സിലൂ വുജൂഹക്കും, നിങ്ങളുടെ മുഖങ്ങളും നിങ്ങളുടെ കൈകളും കാലുകളും എല്ലാം വൃത്തിയായി. ഒരു പുഴയിൽ നിന്ന് 5 നേരം കുളിച്ചാൽ എന്തെങ്കിലും അഴുക്കുകൾ അവശേഷിക്കുമോ എന്ന് പ്രവാചകൻ ചോദിക്കുന്നുണ്ട്. സഹാബികൾ പറയുന്നില്ല, ഒരിക്കലുമില്ല. അതേ രൂപത്തിലായിരിക്കണം വിശ്വാസികൾ അവരുടെ ശാരീരികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും വൃത്തി ഉണ്ടാകണമെന്നതാണ്. അതോടൊപ്പം തന്നെ കേരളീയ പശ്ചാത്തലത്തെ സംബന്ധിച്ച് നമുക്കറിയാം, എല്ലാവരും നല്ല വ്യക്തി ശുചിത്വം, അതിൽ വലിയ താല്പര്യമുള്ള ആളുകളാണെന്നാണ് പൊതുവെ പറയാറുള്ളത്. വ്യക്തി ശുചിത്വം, 1 നേരം 2 നേരം കുളിക്കണം, വീടും കാര്യങ്ങളൊക്കെ, അത് അവരുടെ വ്യക്തി ജീവിതത്തിൽ അങ്ങേയറ്റത്തെ പരിശുദ്ധിയും കുളിയും വൃത്തിയുമൊക്കെ ഉണ്ടാകുന്ന ആളുകളാണ് കേരളീയരായിട്ടുള്ളത്. പക്ഷേ അവരുടെ ഒരു പ്രത്യേകതയായി സൂചിപ്പിക്കാറുള്ളത് പക്ഷേ പരിസരങ്ങളുടെ കാര്യത്തിൽ അത് അവർ അവലംബിക്കുന്നില്ല എന്നതാണ്. ഇപ്പോൾ വീട് ആണെങ്കിൽ വീടിൻ്റെ പരിസരം, ഒരു പള്ളിയാണെങ്കിൽ പള്ളിയുടെ പരിസരം, അങ്ങാടിയാണെങ്കിൽ അങ്ങാടികളും അതിൻ്റെ പരിസരങ്ങളുമെല്ലാം. അതേ രൂപത്തിൽ അങ്ങേയറ്റത്തെ വ്യക്തിശുചിത്വം ഇഷ്ടപ്പെടുന്ന ആളുകൾ പോലും പരിസരങ്ങൾ മലിനമാക്കുവാനാണ് ആഗ്രഹിക്കുന്നത് എന്നതാണ് കേരളീയ പശ്ചാത്തലം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളെ മാലിന്യങ്ങളൊക്കെ പുഴയിലേക്ക് ഒഴുക്കുന്നു, തോടിലേക്ക് ഒഴുക്കുന്നു. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നമ്മൾ തന്നെ ഒരു വൃത്തിഹീനമായിട്ടുള്ള രൂപത്തിൽ വീട്ടിലുള്ള മാലിന്യങ്ങളൊക്കെ ശേഖരിക്കാനുള്ള പഞ്ചായത്ത് തലത്തിൽ സംവിധാനങ്ങളുണ്ട്. പക്ഷെ അതൊരു കവറിലിട്ട് വെച്ച് അവർക്ക് ഒരു മാസത്തിൽ കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അത് സ്ത്രീകളുടെ മാത്രം ഉത്തരവാദിത്വമല്ല എന്നതാണ്. അത് പുരുഷന്മാരും കുട്ടികളും ആ വീട് തന്നെ ചില വീടുകളിലൊക്കെ പോയാൽ നമുക്കറിയാം എന്തൊരു വൃത്തിയായിരിക്കും, ആ മുറ്റത്ത് തന്നെ അങ്ങോട്ട് കയറാൻ തോന്നും. അതേ രൂപത്തിൽ വേറെ ചില വീടുകളിൽ പോയാൽ വൃത്തിഹീനമായിട്ടുള്ള മുറ്റവും പരിസരവും വീടും എല്ലാം അഴുക്കുചാലുകളെ പോലെ നിലകൊള്ളുന്ന വീടുകളുണ്ട്. അതൊക്കെ എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട് എന്ന് മനസ്സിലാക്കി അവിടെയൊക്കെ ശുദ്ധീകരണത്തിൻ്റെയും വൃത്തിയുടെയും ഒരു മനോഹരമായിട്ടുള്ള ആവിഷ്കരണം നടപ്പിലാക്കാൻ വിശ്വാസികൾ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ബാധ്യതയുണ്ട് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇപ്പോൾ ചില ഹോട്ടലുകളുണ്ട്, അവിടെ നിന്നുള്ള മാലിന്യങ്ങൾ വലിയ ആശുപത്രികളാണ്, ആളുകളെ മരുന്ന് കൊടുത്ത് ഇഞ്ചക്ഷൻ നൽകി അവരെ രോഗത്തിൽ നിന്ന് മുക്തമാക്കുന്ന ആശുപത്രികളിൽ നിന്ന് പോലും അവരുടെ മാലിന്യങ്ങൾ പുറന്തള്ളാൻ സംവിധാനങ്ങളില്ല. അങ്ങനെയുള്ള കാര്യം അത്തഹൂർ ശത്രുൽ ഈമാൻ, ഇസ്ലാമിൻ്റെ വിഭാവന എന്ന് പറയുന്നത് ഈമാനിൻ്റെ പകുതിയാണ് വൃത്തി എന്നതാണ്. അപ്പോൾ വൃത്തിയുള്ള ഒരു സമൂഹത്തെയാണ്, വൃത്തിയുള്ള ഒരു കുടുംബത്തെയാണ്, വൃത്തിയുള്ള വ്യക്തികളെയാണ് ഇസ്ലാം ആവശ്യപ്പെടുന്നത്. ഇസ്ലാം ആണെങ്കിൽ ആ രൂപത്തിലുള്ള വൃത്തി ഉണ്ടാകണമെന്നതാണ്. പഴയകാലത്തൊക്കെ മുസ്ലിങ്ങൾക്ക് നമുക്കൊന്നും വൃത്തിയില്ല എന്നുള്ള മറ്റുള്ള ആളുകൾക്ക്, പക്ഷേ ഇന്നിപ്പോൾ ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളും വൃത്തിയുള്ള ആളുകളായി മാറണമെന്ന ഇസ്ലാമിൻ്റെ വിഭാവന നമ്മുടെ ആളുകളും അംഗീകരിക്കുകയും അത് ജീവിതത്തിൽ പകർത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നത് വളരെ സന്തോഷകരമാണ്. ഈമാനിനെ പറ്റി പ്രവാചക തിരുമേനി ഇസ്ലാം പറയുന്നു, അല്ല ഈമാൻ ബിർറും വസബൂന, ഈമാൻ എന്നത് 70-ലധികം ശാഖകളാണ്. അതിലൊന്ന് ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഫ്ദലുഹാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനമാണ്, നമുക്കറിയാം. പക്ഷെ അതിൻ്റെ അവസാനത്തേത് പറയുന്നുണ്ട്, വൈമാത്തത്തുൽ അദാനി ത്വരീഖ്, വഴിയിൽ നിന്ന് ഉപദ്രവങ്ങൾ നീക്കം ചെയ്യലാണ് ഈമാനിൻ്റെ 70-ാമത്തെ ശാഖയായി പ്രവാചക തിരുമേനി ശാസ്ത്രം പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ നിന്ന് വൃത്തികേടുകൾ ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യുന്നത്, നമ്മുടെ വണ്ടി അവിടെ നിർത്തി അത് ഒന്ന് മാറ്റുന്നത് മതത്തിൻ്റെ ഭാഗമാണ്, ദീനിൻ്റെ ഭാഗമാണ്, ഇസ്ലാമിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമ്മുടെ വീടും പരിസരവും പള്ളിയും പരിസരവും അങ്ങാടികളുമെല്ലാം വൃത്തിയാക്കാനുള്ള സന്നദ്ധതയാണ്. അത് വൃത്തിയായി സൂക്ഷിക്കാനുള്ള അവബോധമാണ് യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഈ ശാരീരികമായിട്ടുള്ള വൃത്തി മാത്രമല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്, അതിനേക്കാളപ്പുറം
നമ്മുടെ മനസ്സും ശുദ്ധമായിരിക്കണമെന്നതാണ്. അതാണ് ഇസ്ലാമിൻ്റെ പ്രത്യേകത. മറ്റുള്ള ആളുകളൊക്കെ ഗവൺമെൻറ്റും മറ്റുള്ള സംവിധാനങ്ങളൊക്കെ ഇങ്ങനെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധയൂന്നി ആ കാര്യങ്ങൾ ചെയ്യുന്നു. അവരുടെ ഉപരിപ്ലവമായിട്ടുള്ള വൃത്തിയാണ് എല്ലാവരും നമ്മളും ആ കാര്യം ചെയ്യണം. പക്ഷെ അതോടൊപ്പം ഇസ്ലാമിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ മാനസികമായിട്ടുള്ള പരിശുദ്ധിയാണ്, ശുദ്ധിയാണ് ഇസ്ലാം നേരത്തെ ഉള്ളതിനേക്കാൾ പ്രാധാന്യമായി പരിഗണിക്കുന്നത്. ഖദ് അഫ്ലഹ മൻ സക്കാഹ. ഹൃദയത്തെ ആരെങ്കിലും ശുദ്ധീകരിച്ചാൽ, അതിനെ പരിശുദ്ധപ്പെടുത്തിയാൽ അവൻ വിജയിച്ചിരിക്കുന്നു എന്നാണ്. ഹൃദയശുദ്ധിയാണ് ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ വിഭാവന. അതോടൊപ്പം ശാരീരികമായിട്ടുള്ള വൃത്തി രണ്ടാമത്തെ ഭാഗമാണ്. വഖദ് ഖാബ മൻ ദസ്സാഹ. ആ ഹൃദയത്തെ ആരെങ്കിലും മലിനപ്പെടുത്തിയാൽ, എപ്പോഴും നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഹൃദയത്തിൽ വെറുപ്പും വിദ്വേഷവുമാണ്, ആളുകളോട് ഒരു തെറ്റായിട്ടുള്ള സമീപനമാണ്. അങ്ങനെയാണെങ്കിൽ അത് പരാജയത്തിലേക്കാണ്, നാശത്തിലേക്കാണ്. എപ്പോഴും സ്നേഹവും എപ്പോഴും സലാം പറയലും, രോഗികളെ സന്ദർശിക്കലും, ജനാസയിൽ പങ്കെടുക്കലും, ആളുകളോട് സലാം പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കലും, മാതാപിതാക്കൾക്കും മക്കൾക്കും ഭാര്യാഭർത്തൃ ബന്ധങ്ങളുടെ ഊഷ്മളതയുമെല്ലാം നിലനിർത്തുന്ന ഏറ്റവും മനോഹരമായ ജീവിതഗന്ധിയായിട്ടുള്ള ആദർശമാണ് ഇസ്ലാം ലോകത്തിന് മുമ്പിൽ സംഭാവനയായി നൽകിയിട്ടുള്ളത്. അത് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകണമെന്നതാണ്. ആ രൂപത്തിൽ ഇസ്ലാം വിഭാവന ചെയ്യുന്ന ആദർശത്തെ സംബന്ധിച്ചും വിശ്വാസത്തെ സംബന്ധിച്ചും ഈമാനിൻ്റെ ശക്തിയെ സംബന്ധിച്ചും നമ്മളെല്ലാവരും ബോധവാന്മാരാകണമെന്നതാണ്. അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുക എന്നതാണ്. നമ്മുടെ ഈമാനിനെ ശക്തിപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള രൂപത്തിലാണ് ഈ മഴയും ഈ ഒരു വെയിലും കാര്യങ്ങളുമെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ കാരുണ്യമാണെന്ന് വിശ്വാസികളായിട്ടുള്ള ആളുകൾ പറയുമെന്നാണ്. ഒരു മഴ ഉണ്ടാകുമ്പോൾ, ഒരു വെയിലുണ്ടാകുമ്പോൾ ഒക്കെ അത് അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്, അനുഗ്രഹമാണെന്ന് വിശ്വാസികൾ പറയും. എന്നാൽ വിശ്വാസികളല്ലാത്ത ആളുകൾ അത് ഇന്ന നക്ഷത്രത്തിൻ്റെ കാര്യത്തിലാണ്, അതിൻ്റെ സഹായത്തിലാണ് ഈ മഴ ഉണ്ടായിട്ടുള്ളത് എന്ന് പറയും. അവർ അവിശ്വാസികളാണെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എല്ലാം അള്ളാഹുവിൽ തവക്കുൽ ചെയ്യാൻ, അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണെന്ന് പറയാൻ നമുക്ക് സാധിക്കണം. അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും മക്ബറുകളിലുള്ള, ജാരങ്ങളിലുള്ള ഔലിയാക്കന്മാരും തങ്ങന്മാരും ഒക്കെയാണ് അത് നിർവഹിക്കുന്നത്. അള്ളാഹുവിനെ അവിടെ ഒരു സ്ഥാനവും കൽപ്പിക്കാത്ത രൂപത്തിൽ അവിശ്വാസികൾ അവരുടെ വിശ്വാസത്തെ മലിനമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ മഴയും വെയിലും മഞ്ഞും സമുദ്രങ്ങളും പുഴകളും നദികളുമെല്ലാം ഈ ലോകത്ത് നാം കാണുന്ന അത്ഭുതകരമായ പ്രതിഭാസങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ മഹത്തായ ദൃഷ്ടാന്തങ്ങളാണെന്നും അള്ളാഹുണ്ട് എന്നതിൻ്റെ സാക്ഷ്യങ്ങളാണെന്നും നമ്മുടെ ജീവിതത്തെ കൊണ്ട് പറയിപ്പിക്കുവാൻ, നമ്മുടെ വിശ്വാസം മുഖേന അത് ആളുകളെ ബോധ്യപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണമെന്നതാണ്. ആ രൂപത്തിൽ ഇസ്ലാമിൻ്റെ സന്ദേശങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ വിശ്വാസികൾക്ക് സാധിക്കണം. പ്രത്യേകിച്ചും ഇങ്ങനെ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പകർച്ചവ്യാധികളുണ്ടാവും. അത് പകരാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള മുൻകരുതലാണ് ആവശ്യമായിട്ടുള്ളത്. മുൻകരുതൽ ചെയ്യുക, അതാണ് ഇസ്ലാമിൻ്റെ ഭാഗം. അത് മതത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ ഒക്കെ വേണമെങ്കിൽ ചൂടുവെള്ളം കുടിക്കണം. അതേ രൂപത്തിൽ ചെറിയ ചെറിയ നിസ്സാരമായിട്ടുള്ള അതേ രൂപത്തിൽ മാസ്ക് ധരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. അപ്പോൾ നല്ല പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഒരാൾ അങ്ങാടിയിലേക്ക് മദ്രസയിലേക്ക് വരുമ്പോൾ, സ്കൂളിലേക്ക് പോകുമ്പോൾ മാസ്ക് ധരിക്കാൻ കുട്ടികളോട് പറയണം. ആ രൂപത്തിൽ കുട്ടികളുടെ ജീവിതത്തെ ഒരിക്കലും വൃത്തിയില്ലാത്ത രൂപത്തിലാകാൻ പാടില്ല എന്നതാണ്. അങ്ങേയറ്റത്തെ മുൻകരുതൽ നമ്മുടെ ഗവൺമെൻറ് ഒരുപാട് സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട്. ആ കാര്യങ്ങളെല്ലാം സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മുടെ കേരളത്തിൽ പോലും ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ള ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള നമ്മെക്കൊണ്ട് കഴിയുന്ന സഹായങ്ങളും അവർക്ക് ആവശ്യമായിട്ടുള്ള മുൻകരുതലുകളുമെല്ലാം എടുക്കാൻ, അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായത്തിൻ്റെ കരങ്ങൾ നീട്ടാൻ വിശ്വാസികൾ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ബാധ്യതയുണ്ട് എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതോടൊപ്പം ഇതിനെ ഇസ്ലാമികമായിട്ടുള്ള ഒരു ആശയത്തിലൂടെ നമ്മൾ കണ്ണോടിക്കുമ്പോൾ ഈ മഴ ഉണ്ടാകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പരലോക ജീവിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത് നാം പ്രത്യേകം ശ്രദ്ധിക്കണമെന്നതാണ്. അല്ലാഹു പറയുന്നു വയുഹിൽ അല്ലബഅദ മൗതിഹ. ഭൂമിയൊക്കെ നിർജീവായിരുന്നു. നമ്മൾ ചെടി നട്ടാലും അത് നനച്ച് പ്രയാസപ്പെട്ടിരുന്നു കുറേ മാസങ്ങൾക്ക് മുമ്പ്. പക്ഷേ ഇപ്പം മഴയായി. അപ്പോൾ അല്ലാഹു പറയുന്നു നിങ്ങൾ ഭൂമിയെ അല്ലാഹു ജീവിപ്പിക്കുന്നു. ബഅദ മൗതിഹ, നിർജീവമായിട്ടുള്ള ഭൂമിയെ അല്ലാഹു ഒരു മഴയിലൂടെ ജീവിപ്പിക്കുന്നു. വകദാലിക തുഖ്റജൂൻ, എന്നിട്ട് അല്ലാഹു പറയുന്നു ഇപ്രകാരമാണ് നാം മനുഷ്യരെയും പുനരുജ്ജീവിപ്പിക്കുന്നത് എന്നതാണ് അല്ലാഹു പറയുകയാണ്. അതേ രൂപത്തിൽ ഇപ്രകാരം മരണശേഷം അല്ലാഹു ഒരു ജീവിതം നൽകുമെന്നാണ്. ഒന്നുകൂടി കൃത്യമായി അല്ലാഹു പറയുന്നു ഫാഹിയനാ ബിഹിൽ അല്ലാഹ്, ഈ മഴ മുഖേന ഭൂമിയെ നാം ജീവിപ്പിക്കുന്നു. ബഅദ മൗതിഹ, നിർജീവമായിട്ടുള്ള ഭൂമിയായി അതിനുശേഷം കദാലിക നുശൂർ, ഇപ്രകാരമാണ് ഉയർത്തെഴുന്നേൽപ്പ് എന്നാണ്. അപ്പോൾ ഭൂമി നിർജീവായിരുന്നു, അവിടെ മഴ പെയ്തു, ചെടികൾ മുളച്ചു, സസ്യലതാദികൾ കൊണ്ട് സമ്പന്നമായി പച്ച പിടിച്ചു നിൽക്കുന്ന അവസ്ഥ എവിടെയും നാം കാണാൻ കഴിയുന്നു. അതേ രൂപത്തിലാണ്
മരണാനന്തരം മറ്റൊരു ജീവിതമുണ്ട് എന്നതിൻ്റെ തെളിവായി വിശുദ്ധ ഖുർആൻ ഈ ഒരു ആശയത്തെ നമ്മുടെ മുമ്പിൽ സമർപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്നതാണ്. പ്രത്യേകിച്ചും നമ്മൾ ചിന്തിക്കണമെന്നാണ് അള്ളാഹു പറയുന്നത്. എന്തിനാ ചിന്തിക്കേണ്ടത്? വെള്ളത്തെപ്പറ്റി ചിന്തിക്കണം. വെള്ളം കുടിക്കാനില്ലാത്ത ആളുകളുണ്ട്, ഒന്നതാണ്. രണ്ടാമത്തേത്, വെള്ളം വായിലേക്ക് വെച്ചിട്ട് അങ്ങോട്ട് ഇറക്കാൻ കഴിയാത്ത ആളുകളുമുണ്ട്, രോഗികളായിട്ടുള്ള ആളുകൾ. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള രൂപത്തിൽ വെള്ളം നമ്മൾ അനുഭവപ്പെടുന്നു. നമുക്ക് വളരെ മനോഹരമായ വെള്ളം കുടിക്കാം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ 2-3 ഗ്ലാസ് വെള്ളം കുടിക്കണം. അത് നമ്മുടെ ശരീരത്തിൻ്റെ ഘടനയ്ക്ക് ആവശ്യമാണെന്ന് ഡോക്ടർമാർ പറയുന്നു. അങ്ങനെ വെള്ളം കുടിക്കണം. ആ വെള്ളം കുടിച്ചാൽ നമുക്കുണ്ടാകുന്ന ഉന്മേഷം പ്രത്യേകമായി നമ്മുടെ ഡോക്ടർമാരായിട്ടുള്ള ആളുകൾ നമ്മളോട് പറയുന്നത്. അല്ലാഹു പറയുന്നു, അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ, അല്ല നിങ്ങൾ ഈ കുടിക്കുന്ന വെള്ളത്തെപ്പറ്റി നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്റുൽ മുൻസിലിൻ, അല്ല കാർമേഘത്തിൽ നിന്ന് നിങ്ങളാണോ ആ മഴ വർഷിപ്പിക്കുന്നത്, അല്ല നാമാണോ വർഷിപ്പിക്കുക? അള്ളാഹുവിൻ്റെ ചോദ്യമാണ്. ഇപ്പോൾ ശാസ്ത്രീയമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളും ഗവേഷണങ്ങളും ഒരുപാടുണ്ട്. സാങ്കേതിക വിദ്യകളുടെ പുരോഗതി നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത രൂപത്തിലാണ്. പക്ഷേ നമുക്ക് മഴയില്ലെങ്കിൽ കൃത്യമായി ഇപ്പോൾ ലഭിക്കുന്നത് പോലെയുള്ള മഴ നൽകുവാൻ ഇവിടെ സംവിധാനങ്ങൾ ഉണ്ടോ എന്നതാണ്. ശാസ്ത്രം അവിടെ പകച്ചു നിൽക്കുക കഴിയില്ല. കോടിക്കണക്കിന് രൂപ മുടക്കി ചെറിയ മഴയൊക്കെ കൃത്രിമ മഴ പെയ്യാനുള്ള സംവിധാനങ്ങൾ, പക്ഷെ അതൊന്നും ഈ രൂപത്തിൽ വേണ്ട വിധത്തിൽ ഉണ്ടാവുന്നില്ല എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അവിടെ ചിന്തിക്കണമെന്നാണ്. അള്ളാഹുവിന് അനുഗ്രഹമായി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. ഭക്ഷണത്തെപ്പറ്റി അള്ളാഹു പറയുന്നു, ഫൽയൻദുറിൽ ഇൻസാനു ഇലാ തആമിഹി, മനുഷ്യരെ അവൻ്റെ ഭക്ഷണത്തെപ്പറ്റി ആലോചിച്ചിട്ടുണ്ടോ? ഇന്നാ സബ മിനൽ മാ സബ്ബ, അങ്ങനെ കുത്തിച്ചൊരിയുന്ന മഴയാണ്. ആ മഴയിലൂടെയാണ് നമ്മുടെ ഭക്ഷണങ്ങൾ അള്ളാഹു നമുക്ക് നൽകുന്നത് എന്ന് ഖുർആൻ വ്യത്യസ്തമായിട്ടുള്ള സൂറത്തുകളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ പ്രയാസങ്ങൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റത്തെ ബലഹീനമായിട്ടുള്ള രൂപത്തിലാണ് മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് എന്നതാണ്. അതുകൊണ്ട് ഭൂമിയിൽ അഹങ്കാരത്തോടു കൂടി നമ്മൾ നടക്കാൻ പാടില്ല. വലാ തംസിഫിൽ അർളി മറഹ, ഭൂമിയിൽ നിങ്ങൾ അഹങ്കാരത്തോടു കൂടി നടക്കരുത്, അങ്ങേയറ്റത്തെ വിനയത്തോടു കൂടിയാണ് നടക്കേണ്ടത് എന്ന് അള്ളാഹു വിശ്വാസികളായിട്ടുള്ള ആളുകളെ പഠിപ്പിക്കുന്നു. മഴ മുഖേന ഉണ്ടായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളെ ഖുർആൻ നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുന്നുണ്ട്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ, അള്ളാഹു പറയുന്നു നിങ്ങൾ പാപമോചനം തേടുക, എന്നാൽ അള്ളാഹു നിങ്ങൾക്ക് സമൃദ്ധമായി മഴ നൽകുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നൂഹ് നബി ജനങ്ങളോട് പറയുന്നുണ്ട്. പക്ഷെ അവർ അത് അംഗീകരിക്കുന്നില്ല. അതിനെ തെറ്റായിട്ടുള്ള രൂപത്തിൽ അത് നിരാകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. അപ്പോൾ അവസാനം അള്ളാഹു അവർക്ക് ശിക്ഷയായി ഈ മഴ തന്നെ ഫതഹ്നാ അബ്വാബസ് സമാ ബിമാഇൻ മുൻഹമിദ്, കുത്തിച്ചൊരിയുന്ന മഴ മുഖേന ആകാശത്തിൻ്റെ കവാടകൾ തുറന്നുകൊണ്ട് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നിരാകരിക്കുകയും തള്ളിക്കളയുകയും നിഷേധിക്കുകയും ചെയ്ത ആളുകളെ അള്ളാഹു നശിപ്പിച്ചതായി വിശുദ്ധ ഖുർആൻ വിശ്വാസികളുടെ മുമ്പിൽ വെക്കുന്നുണ്ട്. അതുകൊണ്ട് ആത്മാർത്ഥമായി നമ്മുടെ ദീനിനെ സംബന്ധിച്ചിടത്തോളം, മതത്തെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ ഈമാനിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം അങ്ങേയറ്റം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകുവാൻ വിശ്വാസികൾക്ക് സാധിക്കണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.